ഞാൻ ബാബുരാജൻ ചമ്പേരി. ഞാനിന്ന് പറയാൻ പോകുന്നത് അപേക്ഷാ ഫോറത്തെ പറ്റിയാണ്. എന്താണ് അപേക്ഷാ ഫോറം? നമ്മൾ ഒരാളോട് യാചിക്കുക, അപേക്ഷിക്കുക, അതായത് യാചിക്കുക. അർഹത ഇല്ലാത്ത കാര്യങ്ങൾക്കാണല്ലോ നമ്മൾ യാചിക്കാറുള്ളത്, അല്ല അപേക്ഷിക്കാറുള്ളത്. അപ്പോൾ അപേക്ഷാ ഫോറങ്ങൾ അവകാശ ഫോറങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടേണ്ടത്, അല്ലെങ്കിൽ ആവശ്യ ഫോറമെന്നും പറയാം. അപേക്ഷ ഫോറം എന്ന വാക്ക് തിരുത്തേണ്ടതല്ലേ? കാരണം നമ്മൾ ഏതൊരു സർക്കാർ ഓഫീസിലും കൊടുക്കുന്നത് അപേക്ഷ ഫോറാണ്. അത് തെറ്റായൊരു വാക്കല്ലേ? കാരണം നമ്മൾ ജനങ്ങളാണ് രാജാക്കന്മാർ, ജനമാണ് ഭരിക്കുന്നത്, ജനങ്ങളുടെ സർവൻ്റാണ് ഉദ്യോഗസ്ഥന്മാർ എന്നൊക്കെ പറയാറുണ്ട്. ഇത് വെറും വാക്കല്ലേ? വെറും വാക്കല്ല. നിയമപരമായിട്ട് ഇത് ശരിയാണെങ്കിൽ ഇനി മുതൽ ഇതിന് അപേക്ഷ ഫോറം എന്നുള്ളത് അവശ്യ ഫോറമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക, അർഹതാ ഫോറമെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പേരുകൾ മാറ്റേണ്ടതുണ്ട്. ആയതുകൊണ്ട് ഇനി മുതൽ അപേക്ഷാ ഫോറം എന്ന വാക്ക് ഒഴിവാക്കുന്നതിന് ഭരണാധികാരികൾ ശ്രദ്ധിക്കണം, പൗരാവകാശ പ്രവർത്തകർ ശ്രദ്ധിക്കണം. ഇതിനു വേണ്ടി നിയമ പോരാട്ടം ആവശ്യമാണ്. കാരണം ഒരു പൗരനാണ് ഇവിടെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും നമ്മുടെ നീതി പണം എടുത്തിട്ടാണ് ശമ്പളം കൊടുക്കുന്നത്. ഈ ശമ്പളം നൽകുന്നത് ഓരോ നികുതിയിൽ നിന്ന് പിടിച്ചിട്ടാണ്. അപ്പം ജനങ്ങളല്ലേ രാജാക്കന്മാർ. ആ ജനം നമ്മുടെ ഉദ്യോഗസ്ഥന്മാരുടെ, നമ്മുടെ സർവൻറ്റിനോട് യാചിക്കുക, അപേക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ പറയുന്നത് പോലെ ജനമാണ് ഭരിക്കേണ്ടത്, ജനങ്ങളുടെ ഭരണമാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പേര് മാറ്റേണ്ടതാണ്. ഇത് കാണുന്നവരൊക്കെ പരസ്പരം ഷെയർ ചെയ്യണമെന്ന് കൂടി ആവശ്യപ്പെടുകയാണ്.